ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒന്നാം ഘട്ടം പൂർത്തിയായതിന് പിന്നാലെ ശതമാനങ്ങളുടെ കണക്ക് കൂട്ടിയും കിഴിച്ചും രാഷ്ട്രീയ കക്ഷികൾ തലപുകയ്ക്കുകയാണ്. അതിനിടയിലാണ് ബീഹാറിലെ RJD നേതാവ് തേജസ്വി യാദവ് BJPയെ ലക്ഷ്യമാക്കി ചില പരിഹാസങ്ങൾ തൊടുത്തുവിട്ടത്. BJPയുടെ 400ക്ക് മേലെ സിനിമ ആദ്യ ദിവസം തന്നെ സൂപ്പർ ഫ്ലോപ്പായെന്നാണ് തേജസ്വി പറഞ്ഞത്. ഇത്തവണ ബീഹാറിൽ നിന്ന് ഞെട്ടിക്കുന്ന ഫലങ്ങൾ പുറത്തു വരും. ആദ്യഘട്ടത്തിലെ 4 സീറ്റുകളും മഹാഗഠബന്ധൻ ജയിക്കും. ബീഹാറിലെ ജനങ്ങൾ BJPയെ പാഠം പഠിപ്പിക്കും. 2014ലും 2019ലും മോദിജി നടത്തിയ വാഗ്ദാനങ്ങൾ പാലിച്ചിട്ടില്ല. ആളുകൾ പ്രസ്താവനകളും വ്യാജ വാഗ്ദാനങ്ങളും കേട്ടു മടുത്തുവെന്നും തേജസ്വി യാദവ് പറഞ്ഞു. ബീഹാറിലെ 4 സീറ്റുകളിൽ 48.50% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. ആദ്യഘട്ടത്തിലെ ഏറ്റവും കുറഞ്ഞ പോളിംഗ്. കഴിഞ്ഞ തവണ ഇത് 54%. 2019ൽ 61.88% രേഖപ്പെടുത്തിയ ഉത്തരാഖണ്ഡിൽ 54.06% മാത്രം. ഉത്തരേന്ത്യൻ മേഖലകളിൽ മുൻ തെരഞ്ഞെടുപ്പുകളെ പോലെ ആവേശം പ്രകടമാകാത്തത് BJPക്ക് ആശങ്കയുണ്ട്, കടുത്ത ആശങ്കയാണ്. എല്ലാവരുടെയും നേതാക്കന്മാരുടെ എല്ലാം മുഖം ഇപ്പോൾ കണ്ടാൽ ആരോ മരിച്ച വീട്ടിലെ സ്ഥിതിയാണ്. എല്ലാവരുടെയും മുഖത്ത് മ്ലാനതയാണ്. മോദി തരംഗവും മോദി ഗ്യാരണ്ടിയും ദൃശ്യമാകുന്നില്ലെന്ന റിപ്പോർട്ടുകൾ വന്നതോടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ BJP നേതാക്കൾ ഇന്നലെ തന്നെ യോഗം ചേർന്നു. വെള്ളിയാഴ്ച വോട്ടെടുപ്പ് നടന്ന 102 മണ്ഡലങ്ങളിൽ 62.4% പോളിംഗ് നിരക്ക്. അന്തിമ കണക്കുകളിൽ ചിലപ്പോൾ 65% വരെ ആയേക്കാം. 2019ൽ 69.43% പോളിംഗ്. 5% വ്യത്യാസം വന്നു. ഇതാണ് നേതാക്കളെ ആശങ്കപ്പെടുത്തുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം പശ്ചിമ ബംഗാളിലാണ് ഉയർന്ന പോളിംഗ്, 77.57%. ഹിന്ദി ഹൃദയഭൂമിയിൽ മധ്യപ്രദേശും ഛത്തീസ്ഗഡ് ഒഴിച്ചാൽ ബീഹാർ, UP, രാജസ്ഥാൻ, ഉത്തരാഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ആദ്യഘട്ടത്തിൽ ശരാശരിയേക്കാൾ കുറഞ്ഞ പോളിംഗാണ് രേഖപ്പെടുത്തിയത്. അവിടെയാണ് അപകടം, അവിടെയാണ് ആശങ്ക. രാജസ്ഥാനിൽ കഴിഞ്ഞ തവണ 25 സീറ്റുകളിൽ 25 BJP ജയിച്ചിരുന്നു. ഇത്തവണ ആദ്യഘട്ടത്തിൽ 53.95% പോളിംഗ്. UP 57.61% മാത്രമേ നടന്നുള്ളൂ. മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും മികച്ച പോളിംഗ് രേഖപ്പെടുത്തിയത് BJPക്ക് ആശ്വാസകരമാണ്. അതിലവർ സന്തോഷം കണ്ടെത്തി. പക്ഷേ ഈ 2 സംസ്ഥാനങ്ങളിലും 4 മാസം മുൻപ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നിരുന്നു. അതിൻ്റെ ബാക്കിയാണ് ഇപ്പോൾ നടന്നത്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ BJP വിജയിക്കുകയും ചെയ്തു. അതിൻ്റെ ബാക്കി പത്രമാണ്. BJP സ്ഥാനാർത്ഥികൾ മികച്ച പ്രകടനം നടത്തുമെന്ന് നരേന്ദ്രമോദി പ്രതീക്ഷ പ്രകടിപ്പിക്കുന്ന തമിഴ്നാട്ടിൽ 62.19% പോളിംഗ്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പോളിംഗ് ശതമാനം താരതമ്യേന കൂടുതലായിരുന്നു. ത്രിപുരയിലായിരുന്നു ഏറ്റവും കൂടുതൽ പോളിംഗ്, 79.90%. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അന്തിമ കണക്കുകൾ വരുമ്പോൾ ശതമാനത്തിൽ മാറ്റം വരാം. കടുത്ത ചൂട് പോളിംഗ് ശതമാനത്തെ ബാധിച്ചുവെന്ന വിലയിരുത്തലുകളും വരുന്നുണ്ട്. ഏതായാലും ഒന്നാം ഘട്ടത്തിൽ തന്നെ BJPയുടെ പ്രതീക്ഷ മങ്ങി. ഏതായാലും കാത്തിരുന്ന് കാണാം.